Hello my dear students, how are you all? Okay, welcome back to our online class. Today we are going to start chapter 8. Shyam Ek Kisan. That's a poem written by Sarveshwar Dayal Saxena. श्री सर्वेश्वर दयाल सक्सेना द्वारा लिखित कविता श्याम एक किसान आज के क्लास में हम पढ़ेंगे। कवि ने किसान का रूप में झाड़े के श्याम का प्रकृति दृश्य का चित्रण किया है। ഈ പോയത്തില് കവി വൈകുന്നേരം തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു കൃഷിക്കാരൻ്റെ രൂപത്തിലാണ് പ്രകൃതിയുടെ ചിത്രീകരണം നടത്തിയിരിക്കുന്നത്। इस प्राकृतिक दृश्य में पहाड़ बैठे हुए एक किसान की तरह दिखाई दे रहा है। ഈ ദൃശ്യത്തില് പഹാഡ് പർവ്വതനിരകൾ പർവ്വതം വൈകുന്നേരം തന്നെ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നിരിക്കുന്ന വിശ്രമിക്കുന്ന ഒരു കൃഷിക്കാരന്റെ രൂപത്തിൽ പറയുന്നു। ആകാശ ഉസ്കെ സിർ പർ ബാന്ധേ സാഫെ കെ സമാൻ, ആ ആകാശത്തിനെ സ്കൈയെ പർവ്വതത്തിന്റെ മുകളിൽ കാണപ്പെടുന്ന ആ ആകാശത്തിനെ നമ്മുടെ കവി പറയുന്നത് കൃഷിക്കാരൻ തൻ്റെ തലയിൽ കെട്ടിയിരിക്കുന്ന ആ തലപ്പാവ് സാഫ, ആ സാഫയായിട്ടാണ് ഇവിടെ ആകാശത്തിനെ വിവരിച്ചിരിക്കുന്നത്। ഈ കവിതയില് പർവ്വതത്തിനെ കൃഷിക്കാരനായിട്ടും ആകാശത്തിനെ കൃഷിക്കാരന്റെ തലയിലിരിക്കുന്ന തലപ്പാവായിട്ടുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്। पहाड़ के नीचे बहती हुई नदी घुटनों पर रखी चादर सी, पलाश के पेड़ों पर खिले लाल लाल फूल, जलती अंगीड़ी सरी की, पूरब क्षितिज पर घना होता अंधकार, छुट में बैठे भेड़ों जैसा और पश्चिम दिशा में डूबता सूरज छिलम और സുൽഗതി ആക്കി ഭാന്തി ദിക്കാ രഹേ ഹേ, യഹ് പൂരാ ദൃശ്യശാന്തി। അദ്ദേഹം പറയുന്ന സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് ഇങ്ങനെ വരുമ്പോൾ ആ നല്ല സൂര്യാസ്തമയത്തിൽ എന്താണ് അന്തരീക്ഷത്തിന്റെ പ്രത്യേകത? വളരെ നല്ല റെഡിഷ് കളറായിരിക്കും ഇല്ലേ? അപ്പോൾ ആ ചുവന്ന പൂക്കളായിട്ടാണ് ഇവിടെ സൂര്യന്റെ അസ്തമനത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്। ഇതാണ് പ്രകൃതിയുടെ ഒരു ദൃശ്യം। അപ്പോൾ ആ സമയത്ത് അചാനക് മോർ ബോൾത്താ ഹേ, ഒരു പീക്കോക്ക്, ഒരു മയില് പെട്ടെന്ന് അവിടെ പറയുന്നു സുൻതേ ഹോ, സുൻതേ ഹോ, കേൾക്കുന്നുണ്ടോ, സുൻതേ ഹോ, കേൾക്കുന്നുണ്ടോ। इसके बाद यह दृश्य घटना में बदल जाता है। അപ്പൊ നല്ല തെളിഞ്ഞു നിന്ന ആകാശം, അസ്തമനം, സൂര്യൻ നല്ല ചുവന്നു വന്നിരിക്കുന്നു, പെട്ടെന്ന് അന്തരീക്ഷമെല്ലാം മാറി മറിഞ്ഞു। ആ ഘുബുച്ചതി, ആ തീ കത്തി വരുന്നു എന്നാണ് പറയുന്നത്, സൂര്യന്റെ അസ്തമനം അതെല്ലാം പോയി। ധുവാം പൊടനെ ലഗ്താ ഹേ, സൂരജ് ഡൂബ് ജാത്താ ഹേ, ശ്യാം ഢൽ ജാത്തി ഹേ ഔർ രാത് കാ അന്ധേര ഛാ ജാത്താ ഹേ। പെട്ടെന്ന് മാറുന്ന എപ്പോഴാണ്? സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ തെളിച്ചം പോകുന്നു, ചുവന്ന കളറെല്ലാം പോകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, രാത്രിയാകുന്നു। ആകാശ് കാ സാഫാ ബാന്ധ് കർ सूरज की चिलम खींचता बैठा है पहाड़, घुटनों पर पड़ी है नदी चादर सी, पास ही दहक रही है पलाश के जंगल की अमकीड़ी, अंधकार दूर पूर्व में सिमटा बैठा है भेड़ों के गले से, अचानक बोला मोर जैसे किसी ने आवाज दी, सुनते हो, छिलम आंधी, धुआं उड़ा, सूरज डूबा, अंधेरा छा गया। എന്താണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്? ശ്യാം ഏക് കിസാൻ, വൈകുന്നേരം ഒരു കൃഷിക്കാരൻ। ഇതില് കവിനെ കഹാ താ കി പഹാഡ് ഏക് കിസാൻ की तरह बैठी है। पहाड़ किस तरह बैठे हैं? एक किसान की तरह बैठी है। कौन? पहाड़। आकाश का साफा बांधकर सूरज की चिलम खींचता,
ആകാശ് ആസുമാൻ, സാഫ സിർഫർ ബാന്തിനേക്ക വസ്ത്ര, തലയിൽ അണിയുന്ന തലപ്പാവ്. ചിലം ജിസ്മേ താമ്പാക്കു രഹക്കർ ആകെ ബർത്തേ ഹെ, അതായത് ചുണ്ണാമ്പ് തേച്ചിട്ട് കഴിക്കുന്ന എന്താ വെറ്റില, അതാണ് ചിലം. ദഹക്ക് കത്തുക. പലാശ് ലാൽ രംഗക്കെ ഫൂൽ, പലാശ് എന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന കളറുള്ള പൂവ്. ജംഗിൾ വാൻ. അംഖീഡി, അംഖീഡി മീൻസ് ചൂൽഹ, അടുപ്പ്. ജിസ്മേ ആഗ് ജലായി ജാത്തി ഹെ, തീ കത്തുന്നത്. അന്ധകാർ അന്ധേര, ഇരുട്ട്. പൂർവ് ഏക ദിശാക്ക നാം, ഒരു ദിശയുടെ പേര്. സിമിട്ട കൂടുക, ഇക്കട്ട ഹോക്കർ കൂടിച്ചേരുക. ഗല്ലെ ചുണ്ട് കൂട്ടം, ചുണ്ട് കൂട്ടം. कवि जाड़े के मौसम में शाम के समय के प्राकृतिक सौंदर्य का आनंद लेते हुए पहाड़ को देखते हैं तो वह उसे एक किसान की भांति दिखाई देता है. കവിക്ക് ആ വൈകുന്നേരം, ആ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ സമയത്ത്, ആ വൈകുന്നേരം പ്രകൃതിയെ കണ്ടപ്പോൾ, അദ്ദേഹം പുറത്തിറങ്ങി പ്രകൃതിയെ നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നുന്നത്? പഹാഡ് കോ ദേഖ്തേ ഹേ, ആ പർവ്വത നിരകളെ കണ്ടപ്പോൾ എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? ഏക് കിസാൻ കി ഭാന്തി ദിഖായി ദേത്താ ഹേ, ഒരു കൃഷിക്കാരനെ പോലെയാണ് നമ്മുടെ കവിക്ക് ഇവിടെ തോന്നുന്നത്. ഉസ്കെ ഊപ്പർ കാ ആകാശ് ഐസേ ലഗ്താ ഹേ, അദ്ദേഹത്തിന്റെ ആ പർവ്വതത്തിന് മുകളിലുള്ള ആകാശം കണ്ടപ്പോൾ ഐസേ ലഗ്താ ഹേ, ഐസേ ലഗ്താ ഹേ, ഇങ്ങനെ തോന്നിപ്പോവുകയാണ്. ജയ്സേ ഉസ്നെ സാഭാ ബാന്ധു രഹോ, ജയ്സേ ഉസ്നെ സാഭാ ബാന്ധു, തലയിൽ തലപ്പാവ്, നല്ല വെള്ള നിറത്തിലുള്ള തലപ്പാവ് അണിഞ്ഞിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. ഉസ്കെ ചരണോമേ ബഹത്തി നദി, പർവ്വതത്തിന് താഴത്തോടെ ഇങ്ങനെ ഒഴുകുന്ന, അതിന് താഴ്വാരത്തോടെ ഒഴുകുന്ന ഈ നദിയെ കാണുമ്പോൾ घुटनों पर रखी चादर के समान दिखाई पड़ते हैं. ഇങ്ങനെ മുട്ടേ കുത്തി ഇരിക്കുന്ന നമ്മുടെ ആ കൃഷിക്കാരൻ്റെ കാൽപാദത്തോടെ ഇങ്ങനെ നദി ഒഴുകുന്നതായിട്ടാണ് തോന്നുന്നത്. പലാശ് കെ ഖിലെ ലാൽ ലാൽ ഫൂൽ ജംഗിൾ കെ ജൽതി അങ്കേടി പ്രതീത് ഹോത്തേ ഹേ, ഈ ചുവന്ന പൂക്കൾ ഇങ്ങനെ മരങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ, നിറച്ച് തിങ്ങി നിറഞ്ഞ് ചുവന്ന പൂക്കൾ നിൽക്കുമ്പോൾ വനം കത്തി പോകുന്നത് പോലെ തോന്നുന്നു, ജംഗിൾ ഫോറസ്റ്റ് കത്തുന്നത് പോലെ തോന്നുന്നു. ഐസാ ലഗ്താ ഹേ, ഇങ്ങനെ തോന്നുകയാണ്. വഹ് അപ്പനെ താപസേ ഝാടേക്ക് കം കർ രഹി ഹോ, അതിന്റെ ചൂടില് അത് കത്തിപ്പോകുന്ന പോലെ തോന്നുന്നു. പൂർവ की दिशा में क्षितिज पर गहराता अंधकार छूट में बैठे भेड़ों की भांति व पश्चिम दिशा में डूबता सूरज किसान की चिलम के रूप में दिखता है जो सुलगाती आग जैसा लग रहा है. यह सारा वातावरण शांत है. പൂർവ്വത്തില് ഇങ്ങനെ മേഘം ഇങ്ങനെ കാണുമ്പോൾ ചെമ്മരിയാടിൻ കൂട്ടം വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്ന്. മേഘം നല്ല തെളിഞ്ഞ് പഞ്ഞിക്കെട്ട് പോലെ നിൽക്കുന്നു എന്ന്. ചെമ്മരിയാടിൻ കൂട്ടം വന്ന് നിൽക്കുമ്പോൾ എന്താണ്? നിറച്ച് രോമമുള്ള ചെമ്മരിയാട് വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ അന്തരീക്ഷം വളരെ ശാന്തമാണ്. അന്തരീക്ഷം വളരെയധികം ശാന്തമാണ്. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. അചാനക് ബോലാ മോർ, പെട്ടെന്ന്. മോർ, മോർ എന്താണ്? പീക്കോക്ക് പറഞ്ഞു. ജെസി കിസിനെ ആവാസ് ദി, ആരോ ഇത് സൗണ്ട് കേട്ടതുപോലെ. സുൻതേ ഹോ, കേൾക്കുന്നുണ്ടോ? ചിലം ആംദി ദുവാം ഉഡാ സൂരജ് ഡൂബ അന്ധേര ചാകയ. ആംദി ഉൾട്ടി, ഇതിന്റെ ഓപ്പോസിറ്റായി എന്ന്. ഡൂബ അസ്തമിക്കുക. जाड़े की शाम का वातावरण एकदम शांत था लेकिन अचानक एक मोर बोल उठता है. ആ അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നു. മോർ ബോട്ട, മോർ, ഒരു മോർ ഇങ്ങനെ സംസാരിക്കുന്നു, പീക്കോക്ക്. ജിസി കിസിനെ ആവാസ് ലഗായി ഹോ കി സുൻതേ ഹോ, കേൾക്കുന്നുണ്ടോ എന്ന് പറയുന്നത് പോലെ, എന്ന് തോന്നുന്ന പോലെ, ആ ഒരു ഫീലാണ് തോന്നുന്നത്. ഇസ് ആവാസ് കെ സാത്ത് ഹി സാദാ വാതാവരണം ബദൽ ഗയ. ഈ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അന്തരീക്ഷം മുഴുവനും മാറി മറിഞ്ഞു. യഹി എക് ഘടന പ്രതീത് ഹോനെ ലഗി ജിസ്മേ ചിലം ഉൾട്ടാ ഗയി, ആഗ് ബുझ ഗയി,
धुआं उठने लगा, सूरज डूब गया, शाम डल गई और रात का अंधेरा चारों ओर छा गया. ഇതിലെന്തിലാണ് പറയുന്നതിനകത്ത്? ആ കത്തി നിൽക്കുന്ന തീ പോലെ കത്തി നിന്ന പൂവുകളുടെ അതെല്ലാം അണഞ്ഞു, തീ കത്തി അണഞ്ഞുപോയി. നല്ല വെളുത്ത് പഞ്ഞി പോലെ നിന്നിരുന്ന മേഘങ്ങളെല്ലാം ഇരുളുവാൻ തുടങ്ങി. സൂര്യൻ താന്നു പോയി. ഡൂബുക കാണാതെയായി. ശ്യാം ഢൽഗയ വൈകുന്നേരം മാറി. രാത്ത് ഹോഗയി രാത്രി ആയിത്തീർന്നു. ഓക്കെ, വളരെ കുഞ്ഞ് ഒരു പോമാണ്. വൈകുന്നേരം അസ്തമയത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. എന്താണ് അസ്തമയം എന്ന് പറഞ്ഞാൽ? നല്ല ക്ലൈമറ്റ് ഉള്ള ടൈമിലാണെങ്കിൽ അസ്തമയം വളരെ മനോഹരമാണ്. അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു കവിത. ആകെ 2 സ്റ്റാൻസേ ഉള്ളൂ. ഓക്കെ, സം वन वर्ड क्वेश्चंस आर देयर, आई विल डिस्कस. पहाड़ के किस रूप में दर्शाया गया है? इस कविता में पहाड़ को किस रूप में दर्शाया गया है? ഈ കവിതയിൽ പർവ്വതത്തിനെ ആരായിട്ടാണ് കവി അവിടെ പറഞ്ഞിരിക്കുന്നത്? किसका रूप में? आयस किसान के रूप में. पहाड़ को कवि ने किसान के रूप में बताया है. पहाड़ को कवि ने किसान के रूप में बताया है. आकाश के किस रूप में दिखाया गया है? आकाश को किस रूप में? आकाश के साफे के रूप में. തലയിൽ അണിഞ്ഞിരിക്കുന്ന തലപ്പാവിന്റെ രൂപത്തിൽ, തലയിൽ അണിഞ്ഞിരിക്കുന്ന തലപ്പാവിന്റെ രൂപത്തിലാണ് ആകാശത്തിനെ പറഞ്ഞിരിക്കുന്നത്. അന്ധേരയ്ക്ക് തുലന കിസ്സെ കി ഗയി ഹെ. ഇരുട്ടിനെ ആരുമായിട്ടാണ് താരതമ്യം ചെയ്തിരുന്നത്? ചുഡ്മേ ബൈട്ടെ ഫേട്ടോം സെ, ഷീപ്പ്. ദെൻ അചാനക് കോൻ ബോല. പെട്ടെന്ന് ആരുടെയാണ് ഒരു സംസാരം ഉണ്ടായത്? അചാനക് മോർ ബോല. അചാനക് മോർ ബോല. മോർ ने शाम के समय क्या आवाज दी? എന്തായിരുന്നു സൗണ്ട് കേൾപ്പിച്ചത്? സുൻതേ ഹോ, കേൾക്കുന്നുണ്ടോ. സുൻതേ ഹോ, കേൾക്കുന്നുണ്ടോ എന്നതാണ് സൗണ്ടാണ് മോർ അവിടെ കേൾപ്പിച്ചത്. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ വേർഡ് മീനിങ്. ശബ്ദാർത്ഥ. शब्दार्थ शब्दार्थ आकाश। आकाश क्या है? आकाश मीन आसमान। आकाश आसमान। देन जंगल। ചെറിയ ചാപ്റ്ററാണ്, കുറച്ച് വർക്ക് മാത്രമേ ഉള്ളൂ. ജംഗൽ വൻ. വൻ മീൻസ് കാനൻ. ഡൂബ. ഡൂബ അസ്ത്, അസ്തമിക്കുക, അസ്തമനം. ഡൂബ അസ്ത്. അന്ധകാർ. अंधकार अंधेरा। अंधकार अंधेरा। अंधकार अंधेरा। देन गले। गले चुड कूटम। जुड कूटम। Then the next activity, पर्याय शब्द। पर्याय शब्द, पर्याय पदम, पर्याय अर्थ। पहाड़, पर्वत, गिरी। पहाड़, पर्वत, गिरी। जंगल, वन, कानन। वन कानन। जंगल वन कानन। देन नदी, सरिता, तड़नी। ओके,
Then other activities, one word questions and question answers. There is no other activity in this chapter. Last one, okay. पेज नंबर 66, भाषा की बात. नीचे लिखी पंक्तियों में रेखांकित शब्दों को ध्यान से लिखिए. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ വേർഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളാൻ. എന്താണ് അതിലവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്? ചാദർസ, ചാദർസി, ഗല്ലേസ, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇതില് ഇൻ ഭക്തിയോ മേ സാ സി കാ പ്രയോഗ വ്യാകരൺ കി ദൃഷ്ടി സെ കൈസേ ശബ്ദോं के साथ हो रहा है. ഏതൊക്കെ വേർഡിനോടെയാണ് ഇത് പ്രയോഗിക്കുന്നത് എന്ന്. ദോ രൂപമേ, ഇത് രണ്ട് തരത്തിലാണ് ഇത് പ്രയോഗിക്കുന്നത്. ചാദർസി, ഗല്ലേസ യാ പർദാസ. इन शब्दों के सा सी ഉപമാക്യ രൂപമേ പ്രയോഗിക്കുക ഹേ. അത് മലയാളത്തിൽ പഠിക്കുന്നുണ്ട്, ഉപമയും ഒക്കെ പഠിക്കേണ്ടതാണ്. അത് നിങ്ങൾ എനിക്ക് തോന്നുന്നു 7th അതായിട്ടില്ല. നദി, ചാദർസി, നദിയെ, അത് ഓരോന്നിനും ഉപമിക്കുകയാണ്. ഭേണ്ടോങ്കി ഗല്ലേസി അത്താത് ഭേണ്ടോങ്ക ചുട്, അതായത് പിന്നെ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ഗ്രാമർ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. അന്ന് നമുക്കത് ഡിസ്കസ് ചെയ്ത് ഇത് അതിനായിട്ട് മാത്രം ഒരു ക്ലാസ് എടുത്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര ആക്ടിവിറ്റീസേ ഉള്ളൂ. ബാക്കി നോട്ട്സ് വാട്സപ്പ് ക്ലാസ്സിൽ തരാം. ഓക്കെ, ഐ തിങ്ക് യു ആർ അണ്ടർസ്റ്റുഡ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.